Syphon Aqueductന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, സെക്കൻഡ് പാർട്ട് കാണാം. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് നോക്കുക, ലിങ്കിൽ കയറി ഫസ്റ്റ് പാർട്ട് കാണുക, അതിനുശേഷം സെക്കൻഡ് പാർട്ടായ ഈ വീഡിയോ നോക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അപ് ടു ഡിസൈൻ ഓഫ് കനാൽ ട്രഫ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കനാൽ ട്രഫിന് ശേഷമുള്ള ബാക്കിയുള്ള ഡിസൈൻസ് നോക്കാം. So sixth step ആണ് head loss through siphon barrel. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. So head loss through siphon barrel, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. Though this is not similar figures അല്ലെങ്കിൽ പോലും എളുപ്പത്തിന് വേണ്ടിയിട്ട് തന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു പോർഷനാണ് റിവർ പോർഷൻ വരുന്നത്. ഇതുവഴി അപ്സ്ട്രീം ഡയറക്ഷൻ വാട്ടർ ഈ കനാലിന്റെ അടിവശത്തേക്കൂടെ മൂവ് ചെയ്ത് മറു സൈഡിലേക്ക് പോകും. അപ്പോൾ ഇതിന്റെ അടിവശത്തേക്കൂടെ പോകുമ്പോൾ ദിസ് വിൽ ആക്ട് ആസ് എ സൈഫൺ ബാരൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ സൈഫൺ ബാരലിൽ എത്രമാത്രം ഹെഡ് ലോസ് ആണ് സംഭവിക്കുന്നത് whenever it moves from upstream to downstream. അതേ ഒരു വ്യൂ ആണ് നമ്മളിവിടെ along the side view of canal നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്സ്ട്രീം ഡയറക്ഷൻ ഇതാണ്. അപ്സ്ട്രീം ഡയറക്ഷനിൽ നിന്ന് വാട്ടർ പാസ് ചെയ്ത് ഡൗൺസ്ട്രീം ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോഴേക്കും എത്രമാത്രം ഹെഡ് ലോസ് സംഭവിച്ചിരിക്കുന്നു, ഇതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ്ലി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കനാൽ 15 മീറ്റർ കനാലിന് 3 കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് 5 മീറ്റർ 5 മീറ്റർ 5 മീറ്റർ കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ചെയ്തു. ഇന്റർമീഡിയറ്റ് വാൾസിന്റെ തിക്നെസ് 0.3 മീറ്റർ കൊടുത്തു, ഔട്ടർ വാളിന്റെ തിക്നെസ് 0.4 കൊടുത്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വാട്ടർ ഡെപ്ത് 1.6, ഫ്രീ ബോർഡ് 0.6, ടോട്ടൽ ഔട്ടർ വിഡ്ത്ത് 15 പ്ലസ് 0.4 into 2 പ്ലസ് 0.3 into 2 എന്ന് പറഞ്ഞ് നമുക്ക് 16.4 മീറ്റർ ഓവറോൾ കനാൽ ട്രഫിന്റെ വിഡ്ത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അൺവിൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹെഡ് ലോസ് കണ്ടുപിടിക്കുന്നത്. അതായത് അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് പോകുമ്പോഴേക്കും എത്രയാണ് ഹെഡ് ലോസ്, ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം അപ്സ്ട്രീമിലെ വാട്ടർ ലെവൽ മാക്സിമം വാട്ടർ ലെവൽ എത്രയാണ്, ഡൗൺ സ്ട്രീമിലെ റിവറിലെ മാക്സിമം വാട്ടർ ലെവൽ എത്രയാണ്, അത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഹെഡ് ലോസ് കണ്ടുപിടിക്കുന്നത്. സോ ഹെഡ് ലോസിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, അൺവിൻസ് ഫോർമുല. അപ്പോൾ അൺവിൻസ് ഫോർമുല H is equal to 1 plus F1 plus F2 into L by R into V square by 2G ആണ്. അപ്പോൾ ഇതിൽ F1 എന്താണ്, F2 എന്താണ്, V square by 2G എന്താണ്, L by R എന്താണെന്നൊക്കെ നോക്കാം. So V is velocity through the siphon barrel. F1 is coefficient of loss of head at entry. Okay, അപ്പോൾ ഒരു unshaped mouth ആണെങ്കിൽ you can take this value as 0.505. F2 ആണെങ്കിൽ you can take it as A into 1 plus B by R, where A and B are constant and that value is as 0.00316 and B is equal to 0.0304 cement plastered barrels. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കറന്റ് യൂസ് ചെയ്യുന്ന aqueducts ഒക്കെ cement plastered barrels ആയിരിക്കും. Okay, then R is hydraulic mean depth or hydraulic radius, right? അപ്പോൾ R എങ്ങനെ കണ്ടുപിടിക്കാം, R is equal to A by B. So area is 8 into 2.5. എന്താണ് ഈ 8, എന്താണ് ഈ 2.5? This is 8 meter length of one bay and height of the bay is 2.5. Okay, so hydraulic mean depth is 8 into 2.5 divided by perimeter B plus 2y. So 8 plus here perimeter is 2 into B plus y, because we have to take the entire portion. Siphon barrel ആണ്, entire rectangular portion എടുക്കണം, കാരണം 4 സൈഡും ടച്ച് ചെയ്യുന്നുണ്ട്. സോ perimeter equal to 2b plus 2y, so into 2 തന്നെ എടുക്കാം. Okay, so this will be equal to 20 by 21, so this will be equal to 0.953. Okay, ഇനി ലാസ്റ്റ് L equal to length of barrel, and length of barrel എന്ന് പറയുന്നത് എത്രയാണ്, അതായത് ഈ ഒരു ഈ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കുന്നത്. ആ ലെങ്ത് ആണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് 16.4. സോ ലെങ്ത് ഓഫ് ബാരൽ വിൽ ബി ഈക്വൽ ടു 16.4. ദിസ് ഈസ് ലെങ്ത് 16.4. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യുക, ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് എച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയാണ് എച്ച് കിട്ടുന്നതെന്ന് നോക്കാം. സോ F1 equal to 0.505, F2 is equal to 0.00326. ഇത് വെച്ചിട്ട് എച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. എച്ച് ഈക്വൽ ടു 1 പ്ലസ് F1 പ്ലസ് F2 ഇൻറ്റു L ബൈ R. What is L? 16.4 divided by R is 0.953 whole into V square by 2G.
So what is velocity over here? അപ്പോൾ നമ്മളിവിടെ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഡിസൈനിൽ ചെയ്യുമ്പോൾ നമ്മൾ ലെറ്റ് v equal to limiting velocity equal to 2 meter per second വെച്ചിട്ടാണ് 8 എന്നുള്ള സൈഫൺ ബാരലിൻ്റെ ഡയമെൻഷൻ എടുത്തത്. അപ്പോൾ ഇത് വെച്ചിട്ട് വീണ്ടും നമ്മൾ വെലോസിറ്റി ആക്ച്വൽ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് 2.05. ആ വെലോസിറ്റി ആണ് ഇവിടെ എടുക്കേണ്ടത് ഇൻറ്റു v സ്ക്വയർ 2.05 square divided by 2g. So this will be equal to 0.33 meter. Okay, 0.33 meter ആണ് നമുക്ക് head loss സംഭവിക്കുന്നത്. അതായത് നമ്മൾ പ്രീവിയസ് ഫിഗറിലേക്ക് വരുമ്പോൾ ഈ അപ്സ്ട്രീമിലുള്ള വാട്ടർ അത് എത്രയാണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. ആ ഉള്ള വാട്ടർ എത്രയാണോ അതിൽ നിന്ന് ഒരു ഹെഡ് ലോസ് ഇവിടെ ഒരു ഡിപ്പ് കഴിഞ്ഞിട്ട് ആ ഡിപ്പിലേക്ക് ട്രാവൽ ചെയ്തിട്ടാണ് മറു സൈഡിലേക്ക് വരുന്നത്. മറു സൈഡിൽ എത്തുമ്പോഴേക്കും ലെവൽ ഇതാണെങ്കിൽ ഇവിടെ ഈ ഒരു ഒറിജിനൽ ലെവലിൽ നിന്ന് ഒരു ഡിപ്പ് ഒരു ഹെഡ് ലോസ് സംഭവിച്ചിട്ടുണ്ട്. ആ ഹെഡ് ലോസ് എത്രയാണ് 0.33 മീറ്റർ ആണ് സംഭവിച്ചിരുന്ന ഹെഡ് ലോസ്. ഓക്കെ, സോ ഡൗൺ സ്ട്രീം ലെവൽ എത്രയാണെന്ന് നമുക്ക് അറിയാം. ഡൗൺ സ്ട്രീം ലെവലിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ അഫ്ലക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഹെഡ് ലോസ്. അതായത് ഈ ഒരു ഹെഡ് ലോസിനെ നമ്മൾ അഫ്ലക്സ് എന്ന് പറയും, ചേഞ്ച് ഇൻ ലെവൽ ഓഫ് വാട്ടർ. ആ അഫ്ലക്സ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും, അപ്സ്ട്രീം സൈഡിൽ ഹൈ ഫ്ലഡ് ലെവൽ കിട്ടും. അപ്പോൾ ഡൗൺ സ്ട്രീം ലെവലിലെ ഹൈ ഫ്ലഡ് ലെവൽ എത്രയാണ് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡൗൺ സ്ട്രീം സൈഡിലെ ഹൈ ഫ്ലഡ് ലെവൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം, എവിടെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. See here, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് high flood level is 207 meter. Okay, high flood level is 207 meter. അപ്പോൾ ഇതാണ് ഡൗൺ സ്ട്രീം ലെവലിലെ ഹൈ ഫ്ലഡ് ലെവൽ. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മുടെ അഫ്ലക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്സ്ട്രീം സൈഡിലെ ഹൈ ഫ്ലഡ് ലെവൽ കിട്ടും. സോ ഗിവൺ ദാറ്റ് high flood level of drainage is 207 meter. അത് തന്നെയാണ് ഡൗൺ സ്ട്രീമിലെ ഹൈ ഫ്ലഡ് ലെവൽ 207 മീറ്റർ. അതിൻ്റെ കൂടെ നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന അഫ്ലക്സ് എത്രയാണ്, അഫ്ലക്സ് കിട്ടിയിരിക്കുന്നത് 0.33. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, അപ്സ്ട്രീമിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ കിട്ടും. സോ ഡൗൺ സ്ട്രീം ഹൈ ഫ്ലഡ് ലെവൽ പ്ലസ് അഫ്ലക്സ്. So this will be equal to 207 plus 0.33. So this will be equal to 207.33. Okay, ഇത്രയേ ഉള്ളൂ ഡിസൈൻ ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഹെഡ് ലോസ് ത്രൂ സൈഫൺ ബാരൽസ്. അപ്പോൾ ഇവിടെ നമ്മൾ ആകെ യൂസ് ചെയ്യുന്ന ഏതാണ്, അൺവിൻസ് ഫോർമുലയാണ്. അൺവിൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എച്ച് അഫ്ലക്സ് കണ്ടുപിടിക്കുന്നു. എച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് F1 പ്ലസ് F2 ഇൻറ്റു L ബൈ ആർ ഇൻറ്റു വി സ്ക്വയർ ബൈ 2Gയിൽ നിന്ന് നമ്മൾ എച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ എച്ച് എന്ത് ചെയ്യുന്നു, നമുക്ക് തന്നിരിക്കുന്ന ഡൗൺ സ്ട്രീം ഹൈ ഫ്ലഡ് ലെവലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അപ്സ്ട്രീം ഫ്ലഡ് ലെവൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്ലിഫ്റ്റ് പ്രഷർ ഓൺ റൂഫ് ഓഫ് ബാരലാണ്. ഇപ്പം നമുക്ക് ഓൾറെഡി എടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എന്നറിയാം. ഈ ഹൈ ഫ്ലഡ് ലെവൽ അറ്റ് അപ്സ്ട്രീം ഡയറക്ഷനിൽ ഹൈ ഫ്ലഡ് ലെവൽ എത്രയാണ്, 207.33 ആണ്. അപ്പോൾ ഈ ഒരു 0.33 ലൂസ് ചെയ്തിട്ട് ഡൗൺ സ്ട്രീം ലെവലിൽ ഹൈ ഫ്ലഡ് ലെവൽ എത്ര വരുന്നത്, ഹൈ ഫ്ലഡ് ലെവൽ ഈസ് ഈക്വൽ ടു 207 മീറ്റർ. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ഇപ്പം നമുക്കറിയാം. ഇനി ഈ കനാലിലേക്ക് നോക്കുവാണെങ്കിൽ, കനാലിൽ നമുക്ക് ട്രഫ് ആണെന്ന് അറിയാം, 3 കമ്പാർട്ട്മെന്റ്സിലെ ട്രഫ് ആണെന്ന് അറിയാം. ഓരോ കമ്പാർട്ട്മെന്റിന്റെയും വാട്ടർ ഡെപ്ത് 1.6 ആണെന്ന് അറിയാം. അതുപോലെ ഈ സ്ലാബിന്റെ തിക്നെസ് എത്രയാണെന്ന് നമുക്കറിയാം, 0.4 ആണെന്ന് അറിയാം. അപ്പോൾ കനാലിന്റെ ബെഡ് ലെവൽ നമുക്ക് 206.4 എന്ന് തന്നിട്ടുണ്ട്. സപ്പോസ് ഇഫ് ഐ ടേക്ക് ഇറ്റ് അഗെയിൻ ഓവർ ഹിയർ, നമുക്ക് തന്നിരിക്കുന്ന കനാലിൽ സോ ഹിയർ ദ വാട്ടർ ലെവൽ ഈസ് 1.66. ഈ ഒരു വാട്ടർ ലെവൽ എത്രയാണ്, 1.6 ആണ്. ഓക്കെ, ഇനി ഈ ഒരു കനാലിന്റെ ബോട്ടം ഫ്ലോർ, ഇതിന്റെ ബോട്ടം ഫ്ലോറിന്റെ തിക്നെസ് എത്രയാണെന്ന് വരുന്നത്, 0.4. ഔട്ടർ വാളും എത്രയാണ്, 0.4 ആണ്. ഇന്റർമീഡിയറ്റ് വാൾ മാത്രം എന്താണ്, 0.3 ആണ്. അപ്പോൾ ശരിക്കും ഈ ഒരു ലെവൽ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് വാട്ടർ ലെവൽ കനാലിന്റെ ബെഡ് ലെവൽ എന്ന് പറഞ്ഞിട്ട് ഈ ലെവൽ നമുക്ക് തന്നിട്ടുണ്ട് 206.4 ആണ്. അതിൽ നിന്ന് 0.4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ കനാൽ ട്രഫിന്റെ ബോട്ടമിന്റെ ലെവൽ കിട്ടും. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബോട്ടം ഓഫ് ട്രഫ്. ബോട്ടം ഓഫ് ട്രഫ് അതായത് ഈ ലെവൽ എത്രയാണ്, ഇവിടെയുള്ള ഈ ലെവൽ എത്രയാണെന്ന് ചോദിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു
reduced level of canal bed minus slab thickness. Bottom thickness കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? So this will be equal to 206.4 minus 0.4. This will be equal to 206 meter. Okay. Reduced level of bottom of trough എത്ര കിട്ടി? 206 meter കിട്ടി. ഇതെന്തിനാണ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി അറിയാമല്ലോ, നമുക്കറിയാം upstream flood level എത്രയാണ്? 207.33 ആണെന്നറിയാം. അപ്പോൾ ഈ 207.33 അത്രയും പോർഷൻ എന്ത് ചെയ്യുന്നു? ഈ 206 ആണ് ഏറ്റവും കനാലിൻ്റെ ഏറ്റവും അടിവശത്തുള്ള ലെവല്. അതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് 1.33 മീറ്റർ എക്സ്ട്രാ വാട്ടർ എന്ത് ചെയ്യുന്നു? ഇത്രയും ഹെഡപ്പ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതടക്കം എന്ത് ചെയ്യണം? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അപ്സ്ട്രീമിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് ഈ ബാരൽ വഴി മുകളിലോട്ട് കയറിപ്പോണം, അല്ലെ ഈ സൈഫൺ ബാരൽ വഴി മുകളിലോട്ട് കയറിപ്പോണം. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ ഈ സൈഫൺ ബാരലിന്റെ അല്ലെങ്കിൽ ഈ കനാൽ ട്രഫിന്റെ റൂഫിനൊരു അപ്ലിഫ്റ്റ് വരുന്നുണ്ട്. ആ അപ്ലിഫ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? RL ഓഫ് ബോട്ടം ഓഫ് ട്രഫ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിങ്ങനെ അപ്സ്ട്രീമിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് പോകാൻ വേണ്ടി ഇത് ഈ കനാൽ ട്രഫിന്റെ അടിവശത്തേക്ക് കൂടെ കയറിപ്പോവാൻ പോകും. അപ്പോൾ കയറിപ്പോവാനുള്ള ഓപ്പൺ സ്പേസ് ഉണ്ടോ? ഇല്ല, ലെവൽ കുറവാണ് അല്ലെ. 207.33 ലെവൽ വരെ വാട്ടർ ഉണ്ട്, പക്ഷേ കയറിപ്പോവാനുള്ള സ്പേസ് എത്ര വരെ ഉള്ളൂ? 206 വരെ ഉള്ളൂ. അപ്പം ഒന്ന് അവിടെ എൻട്രിയിൽ ചെറിയൊരു ലോസ് സംഭവിക്കും. അവിടെ ഒരു ലോസ് സംഭവിച്ചതിന് ശേഷമാണ് വാട്ടർ ഈ ബാരലിലേക്ക് കയറിപ്പോവുക. അപ്പോൾ ലോസ് ഓഫ് ഹെഡ് അറ്റ് എൻട്രി അതെത്രയാണ് കണ്ടുപിടിക്കണം. ലോസ് ഓഫ് head at entry of barrel. So this will be equal to point k v square by 2g ആണ്. എൻട്രിയുടെ വാല്യൂ k വാല്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.505 v square by 2g. k വാല്യൂ 0.505 എടുക്കുക. So this will be equal to 0.505 into v square എന്താണ്? സൈഫൺ ബാരലിന്റെ അകത്തുള്ള വെലോസിറ്റി നമ്മൾ പറഞ്ഞു 2.05 ആണ്. ഓക്കെ, so 2.05 whole square divided by 2g. So this will be equal to 0.108 meter. Okay, അപ്പോൾ ഇത്രയും ലോസ് ഓൾറെഡി അവിടെ സംഭവിക്കും. അപ്പോൾ അപ്സ്ട്രീം ലെവലിൽ നിന്ന് ആ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും നമുക്ക് ഉണ്ടാവുക? So if I write it down, 207.33 minus 0.108. ഓക്കെ, ഇത്രയും പോർഷനിലേക്ക് ഇനി അഗെയിൻ നമുക്ക് see if I write it down, നമുക്ക് uplift on the roof ആണ് നോക്കേണ്ടത്. So uplift on the roof will be equal to total level 207.33 ആണ് മൈനസ് ഒരു ലോസ് ഓഫ് എൻട്രി ഉണ്ട്, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ ആ സൈഫൺ ബാരലിന്റെ അകത്തേക്ക് പോകുമ്പോഴേക്കും 0.108 ലോസ് സംഭവിച്ചു. അപ്പോൾ ഇത്രയും കുറവ് വന്നു. മൈനസ് ഇനി ഓൾറെഡി 206 വരെ നമുക്ക് വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റും. അഡീഷണലി ഉള്ളൊരു എമൗണ്ട് ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ 206 വരെയുള്ള വാട്ടർ നമുക്ക് ഇവിടുന്ന് മൈനസ് ചെയ്യാൻ പറ്റും. സോ 206, കാരണം അത് സേഫ് ആയിട്ട് ഈ സൈഫൺ ബാരലിന്റെ അകത്തേക്കൂടെ കൂടെ പോകും. അഡീഷണൽ എത്ര ഹൈറ്റ് ഉണ്ടോ അതിന് മാത്രമാണ്, ആ എക്സ്ട്രാ പ്രഷർ മാത്രമാണ് എവിടേക്ക് സ്ട്രൈക്ക് ഓൺ ചെയ്യുക? ഈ സ്ലാബിന്റെ മുകളിലോട്ട് സ്ട്രൈക്ക് ഓൺ ചെയ്യുക. സോ 207.33 നിന്ന് ലോസ് ഓഫ് എൻട്രിയും മൈനസ് ചെയ്തു, the water height up to which the siphon barrel can hold, ആ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു. അപ്പോൾ നമുക്ക് വരുന്നത് ശരിക്കും എക്സസ് ഹൈറ്റ് ഓഫ് വാട്ടർ വരുന്നത് എത്രയാണ്? 1.225 മീറ്റർ. ശരിക്കും എക്സസ് വാട്ടർ ഹൈറ്റ് വരുന്നത് 207.33 മൈനസ് 206 ആണ്, അതായത് 1.33 ഹൈറ്റ് ഉണ്ട്. പക്ഷെ 1.33 ഹൈറ്റ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആ എൻട്രി ലോസ് എത്രയാണ്? 0.108 കൂടി സംഭവിക്കുന്നുണ്ട്. എഫക്റ്റീവ് എക്സ്ട്രാ ഹൈറ്റ് എത്രയാണ്? 1.225 ആണ്. ഈ എക്സ്ട്രാ ഹൈറ്റ് 1.225 മീറ്ററിന്റെ എക്സ്ട്രാ ഹൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ അപ്ലിഫ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ഈ കനാലിന്റെ ട്രഫിലോട്ട് അപ്ലിഫ്റ്റ് ആയിട്ട് ആക്ട്. അപ്പൊ നമ്മളിവിടെ മീറ്റേഴ്സ്, ഇൻ ടേംസ് ഓഫ് മീറ്റേഴ്സിലാണ് പറഞ്ഞത്. ഇൻ ടേംസ് ഓഫ് വെയിറ്റിലേക്ക് പറയുമ്പോൾ എങ്ങനെ പറയാം? 1.225 into g. ഓക്കെ, ജി വാല്യൂ എത്ര വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എടുക്കുന്നത് 9.81 പകരം നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് എടുക്കുന്നത് എത്രയാണ്? 10. So this will be equal to 12.25 into 12.25 kilonewton per meter square. അപ്പോൾ ഇത് കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് 1000 ആയിട്ട് കൊടുക്കുന്നു. നമ്മളിവിടെ ശരിക്കും എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ρ g h ഫുൾ വെയിറ്റ്
എടുക്കണമെങ്കിൽ റോ ജി എച്ച്, where റോ ഈസ് 1000, ജി ഈസ് 9.81 and 9.81 പകരം 10 എടുക്കുന്നു ഇൻറ്റു എച്ച്. റോ എത്രയാണ്? റോ ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 1000. ഓക്കെ, സോ ദറ്റ് വിൽ ബി ദ ആൻസർ വിൽ ബി ഈക്വൽ ടു 12.25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത്രയും വെയിറ്റ് എന്ത് ചെയ്യണം? ഇത്രയും എക്സസ് പ്രഷർ, അപ്ലിഫ്റ്റ് പ്രഷർ ഈ സ്ലാബ് ഹോൾഡ് ചെയ്യണം. സോ നമ്മൾ കൊടുക്കുന്ന സ്ലാബിന്റെ തിക്നെസ് എത്രയാണ്? 0.4 മീറ്റർ ആണ്. വിൽ ഇറ്റ് ഹോൾഡ് ദിസ് എക്സ്ട്രാ പ്രഷർ? ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ആ ഒരു ട്രഫ് 0.4 മീറ്റർ തിക്നെസ് ഉള്ള ട്രഫ് ശരിക്കും താഴോട്ട് ഒരു വെയിറ്റ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? ആ താഴോട്ടുള്ള വെയിറ്റ് എത്രയാണെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദ ഡൗൺവേർഡ് ലോഡ്, downward load of concrete trough slab of 0.4 meter thickness. 0.4 meter thickness. അത് കാൽക്കുലേറ്റ് ചെയ്യണ എത്ര വരിക? 0.4 മീറ്റർ ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് എത്ര എടുക്കാം? 24 എടുക്കാം. അങ്ങനെയാണെങ്കിൽ 24 യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് എടുക്കുകയാണെങ്കിൽ 24 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 24 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എടുക്കുക. സോ ദ ആൻസർ വിൽ ബി ഈക്വൽ ടു 0.96 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ഒരു കനാൽ ട്രഫ് സ്ലാബിൽ കോൺക്രീറ്റ് കാരണമുള്ള നമുക്ക് ഡൗൺവേർഡ് ആക്ടിങ് ഫോഴ്സ് എത്രയാണ്? 0.96 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പക്ഷേ അപ്ലിഫ്റ്റ് എത്രയാണ്? 12.25. അപ്പോൾ അഡീഷണലി ഇത് ഫുൾ താങ്ങുന്നുണ്ടോ ഈ സ്ലാബ്? ഇല്ല. 12.25 മൈനസ് 0.96, സോറി 0.96 അല്ല കേട്ടോ, മാറിപ്പോയേ. This is equal to 9.6 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ അഡീഷണലി നമുക്ക് എത്ര വെയിറ്റും കൂടി ഹോൾഡ് ചെയ്യണം? 12.25 മൈനസ് 9.6, 2.65 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും കൂടി ഈ കോൺക്രീറ്റ് ട്രഫ് ഹോൾഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് സേഫ് ആയിട്ട് ഈ വാട്ടർ എന്ത് ചെയ്യില്ല, സൈഫൺ ബാരലിൽ കൂടെ പോകില്ല. അല്ലെങ്കിൽ ആ കനാലിന് റിപ്പയർ സംഭവിക്കും. അപ്പോൾ ഈ 2.65 അഡീഷണൽ ലോഡ് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? സോ ഈ എക്സസ് ലോഡ് താങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ഹാവ് ടു പ്രൊവൈഡ് റീഎൻഫോഴ്സ്മെന്റ്. സോ പ്രൊവൈഡ് റീഎൻഫോഴ്സ്മെന്റ്. ഈ റീഎൻഫോഴ്സ്മെന്റ് ഡിസൈൻ നമ്മൾ ചെയ്യുന്നില്ല. റീഎൻഫോഴ്സ്മെന്റ് at the top in the roof slab. റൂഫ് സ്ലാബിൽ എന്ത് ചെയ്യുക? റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക. അപ്പോൾ അത് എത്രയാണ് ചെയ്യേണ്ടത്? നമുക്ക് ഓൾറെഡി അറിയാം. എത്ര ബാസ് യൂസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? മാക്സിമം സാഗിങ് മൊമെന്റും മാക്സിമം ഹോഗിങ് മൊമെന്റും ഷിയർ ഫോഴ്സും മാക്സിമം ഷിയർ ഫോഴ്സ് ഒക്കെ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഫക്റ്റീവ് ഡെപ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്റ്റീൽ എത്രയാണ് റിക്വയർമെന്റ് ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കുക. അത് നിങ്ങൾ ചെയ്ത് നോക്കി കണ്ടുപിടിക്കുക. വി ക്യാൻ ഡു ഇറ്റ് വെൽ. ഇനി നമുക്ക് അപ്പോൾ ഈ ഒരു അഡീഷണൽ എക്സസ് പ്രഷർ, എക്സസ് ഫോഴ്സ് ഹോൾഡ് ചെയ്യാൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്ലിഫ്റ്റ് ഓൺ ദി ബോട്ടം ഫ്ലോർ ഓഫ് ദി ബാരൽ. അതായത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർ കാരണമുള്ള അപ്ലിഫ്റ്റ് പ്രഷർ ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. അതേപോലെ ഈ ബോട്ടം ഫ്ലോറിന് വരുന്ന അപ്ലിഫ്റ്റ് പ്രഷർ എത്രയാണെന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് അവിടെ സ്റ്റാറ്റിക് ഹെഡിന്റെ കാരണമുള്ള ലോഡും ഉണ്ടാവും ഇവിടെ. അതേപോലെ ഫ്രം ദ ബിനീത്ത് സീപ്പേജ് ഹെഡും ഉണ്ടാവും. അത് രണ്ടും ബാലൻസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് കാര്യങ്ങൾ നോക്കുന്നത് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് അപ്ലിഫ്റ്റ് ഓൺ ദി ബോട്ടം ഓഫ് ബാരൽ. അപ്പോൾ ബാരൽ ബോട്ടമിന്റെ അപ്ലിഫ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ സീ ഹിയർ ഇൻ ദിസ് ഫിഗർ നമുക്കിവിടെ ഒരു കനാൽ ഉണ്ട്. ആ കനാലിന്റെ അടിവശത്തേക്കൂടെ പോകുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ ബാരൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാരലിന്റെ ബോട്ടം ഫ്ലോർ ഈ പോർഷനിലേക്ക് വരുന്ന അപ്ലിഫ്റ്റ് എത്രയാണ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ട് ഹെഡായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തത് സ്റ്റാറ്റിക് ഹെഡ്, രണ്ടാമത്തത് സീപ്പേജ് ഹെഡ്. അപ്പോൾ സ്റ്റാറ്റിക് ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വി വിൽ ഫൈൻഡ് ഔട്ട് RL ഓഫ് ബാരൽ ഫ്ലോ, reduced level of barrel floor. reduced level of barrel floor കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ കനാൽ ട്രഫിന്റെ ബെഡ് ലെവൽ 206.4 ആണെന്ന് അറിയാം. ബെഡ് ലെവലിൽ നിന്ന് കനാൽ ഫ്ലോർ തിക്നെസ് 0.4 കുറച്ച് കഴിഞ്ഞാൽ ബോട്ടം ഓഫ് കനാൽ ഫ്ലോർ ഈ ഔട്ടർ ബോട്ടത്തിന്റെ ലെവൽ 206 ആണെന്ന് അറിയാം.
ഓക്കെ, അപ്പോൾ ദേ ഈ ഒരു പോർഷൻ, ഈ ബോട്ടം പോർഷൻ്റെ ലെവൽ 206 ആണ്. ഇനി നമുക്കിവിടെ ഇതാണ് നമ്മുടെ സൈഫൺ ബാരൽ എന്നറിയാം. അപ്പോൾ ഈ സൈഫൺ ബാരലിൻ്റെ ഡയമെൻഷൻ 8 മീറ്റർ ബൈ 2.5 ആണെന്നറിയാം. ഹൈറ്റ് എത്രയാണ് നമുക്കറിയാം, 2.5 എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലോറിൻ്റെ ടോപ്പ് മോസ്റ്റ് ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ? അതാണ് reduced level of barrel floor. So reduced level of barrel floor will be equal to reduced level of trough bottom, canal troughന്റെ ബോട്ടത്തിൻ്റെ ലെവൽ, that is 206 minus height of barrel. So this will be equal to 206 minus 2.5. This will be equal to 203.5 meter. Okay, reduced level of barrel flow കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബാരലിൻ്റെ തിക്നെസ് 0.8 ആയിട്ട് അസ്യൂം ചെയ്യണം. ഓക്കെ, സോ ലെറ്റ് thickness be of 0.8 meter. Okay, therefore reduced level of bottom of barrel floor, അതിൻ്റെ ബോട്ടം അടിവശത്തേക്കുള്ള reduced level നമ്മൾ നോക്കാം. reduced level of bottom of barrel floor. So this will be equal to 203.5 minus 0.8. ഇത് എത്ര കിട്ടും? 202.7. അപ്പോൾ ഈ ലെവൽ എത്രയാണ്? ഇവിടെയുള്ള ലെവൽ 202.7. ഈ ലെവൽ 202.7. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ബെഡ് ലെവൽ എത്രയാണ്? ശരിക്കും ബെഡ് ലെവൽ, അതായത് ഈ ഒരു ലെവൽ, ഈ ലെവൽ എത്രയാണ്? ബെഡ് ലെവൽ ഓഫ് ഡ്രെയിൻ ഈസ് 204.5 ആണ്. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബെഡ് ലെവൽ ഓഫ് ഡ്രെയിൻ എത്രയാണ് തന്നിരിക്കുന്നത്? 204.5. അതിൽ നിന്നൊന്ന് ഡിപ്പ് ചെയ്ത് എത്ര വരെ എത്തിക്കണം? ഡിപ്പ് ചെയ്ത് 203 വരെ എത്തിച്ചിട്ട് വേണം ഈ ഒരു ബോട്ടം ഫ്ലോർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും ബെഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ് എത്രയാണ്? 204.5. ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കുവാണെങ്കിൽ, see here, bed level of drainage is 204.5. അപ്പോൾ 204.5 നിന്ന് നമ്മളൊന്ന് ഡിപ്പ് ചെയ്ത് ഒരു ഡിപ്പ് കൊടുത്ത് 203.5 കൊണ്ടുവരുന്നു. അവിടെ നമ്മളൊരു 0.8 തിക്നെസ് ഓഫ് ബാരൽ ബോട്ടം ഫ്ലോർ കൊടുത്തിട്ട് ടോട്ടൽ റെഡ്യൂസ് ലെവൽ ഓഫ് ബോട്ടം ഫ്ലോർ എത്ര കൊടുക്കുന്നു? 202.7 ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, now assume the water table has gone up to bed level. 204.5 വരെ നമ്മുടെ ബെഡ് ലെവൽ വരെ വാട്ടർ ടേബിൾ പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ലൈക്ക് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിവേഴ്സ് ഉണ്ടാകും. ഈ റിവറിന് സപ്പോസ് ഇന്റർമീഡിയറ്റ് ഫ്ലോ ഉള്ളതായിരിക്കാം, കണ്ടിന്യൂസ് ഫ്ലോ ഇല്ല, പെരിനിയൽ റിവേഴ്സ് ആവാം, ഈവൻ ഗ്രൗണ്ട് വാട്ടർ ബേസ് ഫ്ലോ കോൺട്രിബ്യൂഷൻസ് ഉള്ള റിവേഴ്സ് ആവാം. അത്തരത്തിൽ പല രീതിയിലുള്ള റിവേഴ്സ് ആവാം. ഇനി പല സീസണിൽ പല തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ഉള്ള റിവർ ആയിരിക്കും. റെയിനി സീസണിൽ ഫുൾ ഈവൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഗ്രൗണ്ട് ആൻഡ് സർഫേസ്, രണ്ട് രീതിയിൽ കോൺട്രിബ്യൂഷൻ, ഫുൾ കോൺട്രിബ്യൂഷൻ ഉള്ള റിവർ ആവാം, അങ്ങനെ തീരെ ഇല്ലാത്ത റിവേഴ്സ് ഒക്കെ ആവാം. അപ്പോൾ ഒരു മാക്സിമം ഒരു റിവറിന്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ബേസ് ഫ്ലോ ക്യാൻ ജോയിൻ ടു ദി റിവർ. അത്തരത്തിൽ നമ്മുടെ വാട്ടർ ടേബിൾ ഈ 204.5 വരെ വരുന്ന കേസ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഈ ഒരു ലെവൽ വരെ നമുക്ക് വാട്ടർ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ലെവൽ വരെ വാട്ടർ ഉണ്ട് എന്നുള്ളൊരു കേസ് ആണെങ്കിൽ വാട്ട് വിൽ ബി ദി സ്റ്റാറ്റിക് അപ്ലിഫ്റ്റ് ഓൺ ദി ഫ്ലോർ? അതായത് ബെഡ് ലെവൽ വരെ വാട്ടർ ടേബിളിലെ വാട്ടർ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ അതായത് അത് കണ്ടിന്യൂസ് ആയിരിക്കും. അത് സ്റ്റാറ്റിക് അപ്ലിഫ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇഫ് യു അസ്യൂം ദാറ്റ് വാട്ടർ ടേബിൾ ഹാസ് ഗോൺ അപ് ടു ദി ബെഡ് ലെവൽ ഓഫ് ദി drain, then the static uplift on the floor will be equal to 204.5 minus 202.7. അതായത് ഇത്രയും അഡീഷണൽ നമുക്ക് ആ ഒരു പോർഷനിൽ ഈ ഒരു പോർഷനിൽ ഇത്രയും അഡീഷണൽ ആയിട്ട് ഒരു അപ്ലിഫ്റ്റ് ഇതിന്റെ മുകളിലേക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് അപ്വേർഡ് മൂവ്മെന്റ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് 204.5 മൈനസ് 202.7. അതൊരു അഡീഷണൽ ആണ്. സോ ദ സ്റ്റാറ്റിക് ഹെഡ് വിൽ ബി 1.8 മീറ്റർ ഓഫ് വാട്ടർ. ഇത്രയും സ്റ്റാറ്റിക് ഹെഡ് എപ്പോഴും, അതായത് വാട്ടർ ടേബിൾ ഈ ഒരു ലെവൽ വരെ ഉണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു ഹെഡ് വരെ ഇതിന്റെ മുകളിലേക്ക് അപ്ലിഫ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ബോട്ടം ഫ്ലോറിലേക്ക് അപ്ലിഫ്റ്റ് ആയിട്ട് 1.8
8 meter of water acting. ഇതാണ് first case. ഇനി രണ്ടാമത്, in addition to static head, we have seepage head also. So the second one is seepage head. Seepage head നോക്കണമെങ്കിൽ നമുക്ക് കനാലിലും ഡ്രെയിനിലും ഉള്ള ഡിഫറെൻറ്റ് കണ്ടീഷൻസ് നോക്കണം. അപ്പോൾ ഒരു കനാലിൽ മാക്സിമം എന്തൊക്കെ സിറ്റുവേഷൻസ് വരാം? ഒന്നിക്കൽ കനാലിൽ നോ വാട്ടർ സിറ്റുവേഷൻ ക്യാൻ കം. ഓക്കെ, അതല്ലെങ്കിൽ മീഡിയം വാട്ടർ ടു മാക്സിമം ഫുൾ വാട്ടർ, മാക്സിമം വാട്ടർ വരെ, അതിൻ്റെ ഫുൾ സപ്ലൈ ഡിസ്ചാർജ്, മാക്സിമം വാട്ടർ വരെ വരാം, നമ്മുടെ ഫുൾ സപ്ലൈ ലെവൽ വരെ വരാം. അതേസമയം ഇവിടെ കനാലിൽ വാട്ടർ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഡ്രെയിനിൽ വാട്ടർ ഉണ്ടാവാം. ഓക്കെ, ഡ്രെയിനിൻ്റെ കേസിൽ ഫുൾ വാട്ടർ ഉണ്ടാവാം, അല്ലെങ്കിൽ നോ വാട്ടർ വരെ, എക്സ്ട്രീം കണ്ടീഷൻ നോ വാട്ടർ വരെ ഉണ്ടാവും. അപ്പോൾ ഒരു സീപ്പേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്സ്ട്രീം ഡയറക്ഷനിൽ നമുക്ക് ഫുൾ സ്റ്റാറ്റിക് കണ്ടീഷനിൽ വാട്ടർ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ സീപ് ഡൗൺ ബിനീത്ത് ദ സ്ട്രക്ചർ ടു ദി ഡൗൺ സ്ട്രീം സൈഡ്, റൈറ്റ്? അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഈച്ച് പോയിന്റ് ദിസ് seeping water will exert an uplift pressure. Okay, ആ seepage failure occur ചെയ്യും, exit grade-നേക്കാൾ കൂടുതൽ നമ്മുടെ seepage വന്നു കഴിഞ്ഞാൽ failure occur ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഇവിടെ maximum extreme head അല്ലെങ്കിൽ seepage head എപ്പോഴാണ് maximum ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ whenever the canal has full supply level of water and no water in drain. അതായത് കനാലിൽ ഈ ഫുൾ ലെവലിൽ വാട്ടർ ഉണ്ട്, അതേസമയം നമ്മുടെ ഡ്രെയിനിൻ്റെ അകത്ത്, സപ്പോസ് ഇവിടെ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു വ്യൂ കിട്ടാൻ വേണ്ടി മാത്രം കാണിച്ചിരുന്ന എക്സാക്ട് ഫിഗർ അല്ല. അപ്പോൾ ഈ കനാലിൽ ഫുൾ വാട്ടർ ഉണ്ട്, നേരെ മറിച്ച് ആ ഡ്രെയിനിൽ നമുക്ക് പോകുന്ന ഡ്രെയിനിലേക്ക് ഒരു വാട്ടറും ഇല്ലാത്ത കണ്ടീഷൻ ആണെങ്കിൽ ആ ഒരു കണ്ടീഷനിലാണ് നമുക്ക് മാക്സിമം സീപ്പേജ് ഉണ്ടാവുക. മാക്സിമം സീപ്പേജ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കനാലിൻ്റെ അകത്ത് ഫുൾ വാട്ടർ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കും, നമ്മുടെ കനാല് ഈ ഒരു ഡ്രെയിൻ ക്രോസ് ചെയ്യുന്ന പോർഷനിൽ മാത്രമാണ് കോൺക്രീറ്റ് ട്രഫ്. അതർ ദാൻ ദാറ്റ് upstream side and downstream side of that canal trough, this will be in embankments. Trapezoidal canal ആണ്, embankments ഉള്ളതാണ്, earthen embankments ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? സ്ട്രക്ചറിൻ്റെ അകത്തേക്കൂടെ ഇത് സീപ്പ് ചെയ്ത് താഴേക്ക് പോകും. അപ്പോൾ സീപ്പ് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി what you see, ഇവിടെ നമുക്ക് ഈ ഡ്രെയിനിൻ്റെ ഇത് സൈഫൺ ബാരൽ സ്ട്രക്ചർ ആണ് അല്ലേ, ഒരു ബോക്സ് ടൈപ്പ് സൈഫൺ ബാരൽ സ്ട്രക്ചർ ആണ്. ആ സൈഫൺ ബാരൽ സ്ട്രക്ചറിൻ്റെ ഡൗൺവേർഡ് പോർഷനിൽ നമുക്ക് കോൺക്രീറ്റ് സ്ട്രക്ചർ ഉണ്ട്. ആ കോൺക്രീറ്റ് സ്ട്രക്ചറിന് ഇത് അഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു സീ ഇൻ ദിസ് ഫിഗർ, ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, ഇതാണ് കനാൽ ട്രഫ്. ഈ കനാൽ ട്രഫിന്റെ ഈ ഒരു പോർഷൻ, അതായത് ബിയോണ്ട് ദിസ് ഡ്രെയിൻ എംബാക്ക്മെന്റ് ആണ്. ആ എംബാക്ക്മെന്റ് നിന്ന് വെള്ളം താഴ്ന്ന് വന്നു കഴിഞ്ഞാൽ അത് എവിടേക്കാണ് ശരിക്കും വരുന്നത്? ദിസ് വിൽ എഫക്ട് ദിസ് ഡ്രെയിൻ. അതായത് താഴേക്ക് ഡൗൺ സ്ട്രീം ഇത് പോയി കഴിഞ്ഞാലും പെട്ടെന്ന് എന്ത് ചെയ്യും? ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഈ സൈഫൺ ബാരൽ ഉണ്ട്. ഈ സൈഫൺ ബാരലിന് അടിവശത്തേക്കൂടെ വന്ന് അതിനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ മാക്സിമം സീപ്പേജ് ഹെഡ് എത്രയാണെന്ന് നോക്കാം, അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മാക്സിമം ഹെഡ് എപ്പോഴാണ് ഉണ്ടാവുക? whenever the canal is in under full supply level and the drain has no water. അപ്പോൾ അത്തരത്തിൽ നമുക്കിവിടെ ടോട്ടൽ സീപ്പേജ് ഹെഡ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, സോ ടോട്ടൽ സീപ്പേജ് ഹെഡ് ഈക്വൽ ടു, സീപ്പേജ് ഹെഡ് എത്രയാണ് വരുന്നത് നോക്കാം. നമുക്ക് മാക്സിമം ഹെഡ് എത്ര ഉണ്ടാവുക? ഫുൾ സപ്ലൈ ലെവൽ വരെ ഉണ്ടാവും. ഫുൾ സപ്ലൈ ഓഫ് കനാൽ ആൻഡ് ഡ്രെയിനിൽ ഒരു വാട്ടറും ഇല്ല, ദാറ്റ് മീൻസ് ബെഡ് വരെ ഒരു വാട്ടറും ഇല്ല. സോ മൈനസ് ബെഡ് ലെവൽ ഓഫ് ഡ്രെയിൻ. അത്രയും പോർഷനിലേക്ക് ഈ വാട്ടർ എന്ത് ചെയ്യും? അവിടെ നിൽപ്പുണ്ടാവും. എംപാക്ക്മെന്റിന്റെ കേസിലാണ് അവിടെയുള്ള വാട്ടർ ഈ ഒരു ലെവലിൽ നിന്ന് ഡ്രെയിനിന്റെ ലെവൽ വരെ ഇതിൻ്റെ അകത്ത് വാട്ടർ ഉണ്ടാവും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 208 മൈനസ് 204.5. ബെഡ് ലെവൽ ഓഫ് ഡ്രെയിൻ എത്രയാണ്? ഡ്രെയിനിന്റെ ബെഡ് ലെവലാണ്. നമ്മളിവിടെ ഇപ്പൊ സൈഫൺ ബാരലിന്റെ ലെവലൊന്നും നോക്കുന്നില്ല. ഡ്രെയിനിന്റെ ബെഡ് ലെവൽ എത്രയാണ്? അതായത് ഒറിജിനൽ നാച്ചുറൽ ലെവൽ ഓഫ് ദിസ് ഡ്രെയിൻ, അത് ഈ ഒരു ലെവൽ എത്രയാണ്? 204.5. അപ്പൊ ആ 204.5ലേക്ക് നമ്മൾ 208 minus 204.5, this will be equal to 3.5. ഇനി 204.5 എന്നാണ് നമ്മളൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? സൈഫൺ ബാരൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നില്ല. നമുക്കിവിടെ ഉള്ള സീപ്പേജ് ഹെഡ് എത്രയാണ്? 3.5 meter. Okay, so the total seepage head is equal to full supply level of canal minus bed level of drain equal to 3.5 meter. Now
നമ്മളിവിടെ ടോട്ടൽ സീപ്പേജ് ഹെഡ് 3.5 കണ്ടുപിടിച്ചു. അപ്പോൾ പ്രീവിയസ്ലി നമ്മൾ ടോട്ടൽ സ്റ്റാറ്റിക് ഹെഡ് എത്രയാണ് കണ്ടുപിടിച്ചു? 1.8 മീറ്റർ ഓഫ് വാട്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടൽ സീപ്പേജ് ഹെഡ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു 3.5 മീറ്റർ. അതായത് ഈ ഒരു പോർഷൻ, ഈ സ്റ്റാർട്ടിംഗ് പോർഷൻ, ഈ എംപാക്മെന്റ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയുള്ള സീപ്പേജ് ഹെഡാണ് 3.5 മീറ്റർ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു സീ ഇൻ ദിസ് ഫിഗർ, ഈ ഫിഗറിൽ നോക്കുവാണെങ്കിൽ ഈ ഫിഗറിൽ ഈ ഒരു പോയിന്റ് എ എന്നുള്ള ഒരു പോയിന്റിൽ നിൽക്കുമ്പോഴുള്ള സീപ്പേജ് ഹെഡാണ് നമ്മൾ എത്ര പറഞ്ഞിരിക്കുന്നത്? 3.5 മീറ്റർ. പക്ഷെ സൈഫൺ ബാരൽ ഇവിടെയാണോ വരുന്നത്? അല്ല. സൈഫൺ ബാരൽ എവിടെയാണ് വരുന്നത്? സൈഫൺ ബാരൽ നമ്മുടെ കനാൽ ട്രഫിന്റെ അടിഭാഗത്താണ് സൈഫൺ ബാരൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എ എന്നുള്ള പോയിന്റ് ശരിക്കും യഥാർത്ഥത്തിൽ മുന്നേ നമ്മൾ ഹെഡ് ലോസസ് ഒക്കെ പറയുമ്പോൾ സെക്ഷൻ 1.1 ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ സെക്ഷൻ 1.1 ആണ് പോയിന്റ് എ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കനാൽ 30 മീറ്റർ ഉള്ളത് 15 മീറ്റർ ആക്കി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസിഷൻ വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 2.2 വരുന്നുണ്ട് അല്ലെ. സെക്ഷൻ 2.2 നിന്നാണ് ആക്ച്വൽ കനാൽ ട്രഫ്, റെക്ടാങ്കുലർ ട്രഫ് ആരംഭിക്കുന്നത്. അപ്പൊ ഈ സെക്ഷൻ 2.2 മുതൽ സെക്ഷൻ 3.3 വരെയുള്ള പോർഷൻ ആണ് ശരിക്കും ഡ്രെയിനിന്റെ മുകളിലുള്ള കനാൽ ട്രഫ് പോർഷൻ. ഓക്കെ, അപ്പൊ കനാൽ ട്രഫിന്റെ പോർഷനും കറസ്പോണ്ടിങ്ങിൽ അതിന്റെ അടിവശത്ത് എന്തുണ്ടാവും? സൈഫൺ ബാരൽ ഉണ്ടാവും. എത്ര സൈഫൺ ബാരൽ ഉണ്ടാവും? നമുക്ക് 11 സൈഫൺ ബാരൽ ഉണ്ടാവും. ആ 11 സൈഫൺ ബാരലിന്റെ അകത്തേക്കൂടെയാണ് എന്ത് പോകുന്നത്? വാട്ടർ പോകുന്നത്. സോ ഫോർ സ്മൂത്ത് ട്രാൻസിഷൻ ഓഫ് ദീസ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കനാൽ ട്രഫ് മാത്രമല്ല കോൺക്രീറ്റ് ബാരൽ കൊടുക്കുന്നത്, അടിവശവും നമ്മൾ എന്ത് ചെയ്യുന്നു? 0.8 mm തിക്നെസ് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള വാട്ടർ താഴോട്ട് പോകുമ്പോഴേക്കും ഇത് നമുക്ക് കാണാൻ പറ്റും. ഒരു നോർമലി ഒരു നാച്ചുറൽ ഡ്രെയിൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ നാച്ചുറൽ ഡ്രെയിനിന്റെ പാത്വേ ഇതാണ്. ഓക്കെ, ഒറിജിനൽ റിവറിന്റെ പാത്വേ വരുന്നത് ഇതാണ്. പക്ഷെ നമ്മൾ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്ട് ചെയ്ത കനാലിന്റെ പാത്വേ എന്താണ്? ഇതാണ്. ഇപ്പൊ ഏതിലാണ് വെള്ളം ഉള്ളത്? കനാലിൽ വെള്ളമുണ്ട്, പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള റിവറിന്റെ അകത്ത് വെള്ളം ഉണ്ടോ? ഇല്ല. അപ്പൊ കനാലിലുള്ള വെള്ളം എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അതിനൊരു ടെൻഡൻസി ഉണ്ടാവും സീപ്പ് ചെയ്ത് താഴേക്ക് പോവാൻ. അപ്പൊ അങ്ങനെ അത് സീപ്പ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും, ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോഴേക്കും ഈ ഒരു ടോപ്പോഗ്രാഫി, ഈ ഒരു സോയിലിന്റെ നേച്ചറിൽ എപ്പോഴും ഈ ഒരു നാച്ചുറൽ റിവറിന്റെ ഫിനോമിന എന്താണോ ആ ഒരു ക്യാരക്ടർ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇവിടെയുള്ള വാട്ടറിന് നാച്ചുറലി ഒരു ടെൻഡൻസി ഉണ്ടാവും എങ്ങോട്ട് പോവാൻ? ഇങ്ങോട്ട്, ഈ ഒരു ഡയറക്ഷനിലേക്ക് പോവാൻ. അപ്പൊ അത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപ്പോഴേക്കും കോൺക്രീറ്റ് സൈഫൺ ബാരൽ സ്ട്രക്ചർ വന്നു. ദിസ് ഈസ് ദ പ്ലാൻ വ്യൂ. ഈ ഒരു പോർഷൻ സൈഫൺ ബാരൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ അകത്ത് കിടക്കുന്ന ഈ വാട്ടർ അടിവശത്തേക്കൂടെ, ഈ സ്ട്രക്ചറിന്റെ അടിവശത്തേക്കൂടെ മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ബിക്കോസ് ഇത്ര നേരം ഇത് മുന്നോട്ട് ട്രാവൽ ചെയ്തു, ഇത് ഇങ്ങോട്ട് തന്നെ ട്രാവൽ ചെയ്യും. പക്ഷെ as soon as it follow this path, it comes to identify that it can move forward in this direction also. അപ്പൊ ഇങ്ങോട്ടും പോവാം. കാരണം ഇതിന്റെ ഈ എത്രയോ കാലമായിട്ട് ഒഴുകുന്ന ഒരു പുഴയാണ്. ആ പുഴയുടെ നാച്ചുറൽ ബിഹേവിയർ എന്താണോ അതിന്റെ ടെൻഡൻസി ഈ വാട്ടർ കാണിക്കുന്നത്. സോ ദിസ് വിൽ സ്റ്റാർട്ട് ടു മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. അത്തരത്തിലാണ് ഞാൻ ഇവിടെ ഈ സീപ്പേജ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. സീപ്പേജ് ലൈൻ ABC. തുടക്കം കനാലിന്റെ അകത്തുനിന്നാണ്. കനാലിന്റെ അകത്തുനിന്ന് നേരെ പെർക്കുലേറ്റ് ചെയ്ത് താഴേക്ക് പോയി നമ്മുടെ ഈ സ്ട്രക്ചറിന്റെ, ഈ കനാലിലെ വാട്ടർ എംബാക്ക്മെന്റ് താഴെ, രണ്ട് സൈഡിലെ എംബാക്ക്മെന്റ് താഴേക്ക് പോയി ഈ സ്ട്രക്ചറിന്റെ അടിവശത്തേക്ക് എത്തി. സ്ട്രക്ചറിന്റെ അടിവശത്ത് നിന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ എത്തുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു പകുതിക്ക്, അതായത് നമ്മുടെ കനാൽ ട്രഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് 8 മീറ്റർ, അതായത് ആദ്യത്തെ പയർ തുടങ്ങാൻ ഒരു 8 മീറ്റർ ഗ്യാപ്പ് ഉണ്ട്. ആ 8 മീറ്ററിന്റെ പകുതി ആകുമ്പോഴേക്ക് ഇത് എന്ത് ചെയ്യും? മുന്നോട്ട് പോകും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ദ സീപ്പേജ് ഒക്കേഴ്സ് ത്രൂ ദ ലൈൻ ABC. ഇനി ഈ ABC-യിലുള്ള സീപ്പേജ് ഹെഡ് എത്രയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സീപ്പേജ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. ഈ ഒരു ടോട്ടൽ ഡ്രെയിനേജ്, അതായത് സൈഫൺ ബാരലിന്റെ ഫ്ലോർ ഞാൻ 30 മീറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് എത്രയാണോ കനാൽ വിഡ്ത്ത് അത്ര തന്നെ അടിവശത്ത് നമ്മൾ ഈ ബാരലിന്റെ ലെങ്ത്തും ഡ്രെയിനേജ് ഫ്ലോറിന്റെ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അസ്യൂം ദാറ്റ് ടോട്ടൽ ലെങ്ത് ഓഫ് barrage floor equal to 30 meter. ഞാൻ ഇവിടെ B to C 15 meter എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, then seepage line. What is seepage line? As per in figure, the seepage line is ABC. കനാലിലെ വാട്ടർ സീപ്പ് ചെയ്ത് പോകുന്ന പാത്താണ് ലൈൻ AB and line BC. ഓക്കെ, സോ what is line AB? എത്രയാണ് line AB? അതൊന്ന് കണ്ടുപിടിച്ചല്ലോ. AB is equal to length of
upstream transition. അതായത് upstream transition എന്ന് പറഞ്ഞാൽ ഈ section 1 നിന്ന് section 2 ലേക്ക് gradually കുറഞ്ഞു വരുന്ന ഡിസ്റ്റൻസ്. അത് എത്രയാണ്? 15 മീറ്റർ പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസും കൂടി ഉണ്ടല്ലേ, അതെന്താണ്? ഹാഫ് ഓഫ് ബാരൽ സ്പാൻ. അപ്പോൾ ഒരു ഫുൾ സ്പാൻ വിഡ്ത്ത് എത്രയാണ്? 8 മീറ്റർ ആണ്, അതിന്റെ പകുതി വരെ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4 മീറ്റർ. അപ്പോൾ എ ബി എന്നുള്ളത് പറയുന്നത് 15 പ്ലസ് 4 മീറ്റർ ആണ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 19 മീറ്റർ. എ ബി കിട്ടി. ഇനി അതേപോലെ ബി സി എന്ന് പറയുന്നത് എന്താണ്? ഈ ടോട്ടൽ ലെങ്ത് ഓഫ് ബാരൽ ഫ്ലോറിന്റെ പകുതി. ഓക്കെ, ഹാഫ് ഓഫ് ടോട്ടൽ ലെങ്ത്. സോ ബി സി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ടോട്ടൽ ലെങ്ത്. That will be equal to 30 by 2, that will be equal to 15 meter. അപ്പോൾ നമ്മൾ ടോട്ടൽ എ ബി സി എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ ടോട്ടൽ ക്രീപ്പ് ലെങ്ത് will be equal to 19 plus 15, that will be equal to 34 meter. എ ബി സിയുടെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 34 മീറ്റർ. അപ്പോൾ നമ്മുടെ കനാലിലുള്ള വാട്ടർ സ്വീപ്പ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 34 മീറ്റർ ആണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഹൗ മച്ച് വിൽ ബി ദി അപ്ലിഫ്റ്റ്? എത്രയായിരിക്കും നമ്മുടെ അപ്ലിഫ്റ്റ് വരുന്നത്? ഈ ബി പോയിന്റിലെ അപ്ലിഫ്റ്റ് എത്രയായിരിക്കും? അല്ലെങ്കിൽ ഇവിടെയുള്ള റെസിഡ്യൂൽ സീപ്പേജ് ഹെഡ് എത്രയായിരിക്കും? അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ റെസിഡ്യൂൽ സീപ്പേജ് ഹെഡ് അറ്റ് പോയിന്റ് ബി. Okay, so this will be equal to നമ്മുടെ ടോട്ടൽ ഹെഡ് എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ് സീപ്പേജ് ഹെഡ്? ടോട്ടൽ ഹെഡ് 3.5. 3.5 ഇൻറ്റു 1 മൈനസ്, നമ്മൾ ബ്ലൈസ് ക്രീപ്പ് തിയറി എടുക്കുമ്പോൾ എങ്ങനെയാണ് സീപ്പേജ് ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3.5 ഇൻറ്റു 1 മൈനസ് ഡിസ്റ്റൻസ് ടു ബി. ഡിസ്റ്റൻസ് ടു ബി എത്രയാണ്? 19 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് ടു ബി ട്രാവൽഡ്, അത് എത്രയാണ്? 34. ഓക്കെ, സോ ഡിവൈഡഡ് ബൈ 34. So this will be equal to 3.5 into 15 by 34, or this is almost equal to 1.55 meter. അപ്പോൾ 1.55 മീറ്റർ ആയിരിക്കും ഈ പോയിന്റ് ബിയിലുള്ള അപ്ലിഫ്റ്റ്. അപ്പോൾ നമുക്ക് ടോട്ടൽ അപ്ലിഫ്റ്റ് എത്രയാണെന്ന് നോക്കിക്കൂടെ? നമ്മുടെ ടോട്ടൽ സീപ്പേജ് ഹെഡ് എന്ന് പറയുന്നത് 3.5 ആയിരുന്നു. അത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എ പോയിന്റിലായിരുന്നു. പക്ഷേ ആസ് ഇറ്റ് ട്രാവൽസ് വെനെവർ ഇറ്റ് റീച്ചസ് ദി സൈഫൺ ബാരലിന്റെ മുകളിലുള്ള അപ്ലിഫ്റ്റ് പ്രഷർ എത്രയാണ്? 1.55 meter മാത്രമാണ്. So in addition to static head, it has a residual seepage of 1.55 meter. So now the total uplift എത്രയാണെന്ന് നോക്കാം. So the total uplift will be equal to static head plus seepage head. Okay, so static head എത്രയായിരുന്നു? 1.8 ആണ്, പ്ലസ് സീപ്പേജ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഈ ബി പോയിന്റിലുള്ള റെസിഡ്യൂൽ സീപ്പേജ് ഹെഡ് ആണ് എത്രയാണോ അതാണ്, അല്ലാണ്ട് 3.5 ആഡ് ചെയ്യരുത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1.55 or this is equal to 3.35. Okay, and ഇത് in terms of meters of water ആണ്. So if you want to convert it into force, you can convert into 3.35 into 1000 into 9.81 പകരം നമ്മൾ G value ക്ക് പകരം round it off into 10. So you can get the value as 33.5 kilonewton per meter square. So this is the total uplift pressure exerted on the barrel of the floor. Okay, so എത്രയാണ് നമ്മൾ കൊടുക്കുന്ന തിക്നെസ്? നമ്മൾ ആ ബാരൽ തിക്നെസ് എത്രയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.8 മീറ്റർ തിക്നെസ് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഡൗൺവേർഡ് ഫോഴ്സ് ഡ്യൂ ടു ബാരൽ തിക്നെസ് അത് എത്രയാണെന്ന് നോക്കാം. This will be equal to 0.8 into concrete slab ആണല്ലോ. So take the unit weight of concrete as 24. So this will be equal to 19.2 kilonewton per meter square. So additionally, how much we have to give? Additional that has to be balance to be resisted will be equal to, എങ്ങനെ റെസിസ്റ്റ് ചെയ്യാം? By reinforcement. Okay,
This will be equal to 33.5 minus 19.2, or this is equal to 14.3 kilonewton per meter square. അപ്പോൾ ഇത്രയും അഡീഷണൽ ബാലൻസ് കിടക്കുന്നത് എന്ത് ചെയ്യണം? റീഎൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലിഫ്റ്റിനെ ബാലൻസ് ചെയ്യിക്കണം. സോ നമ്മുടെ ബാരൽ പോർഷനിൽ അഡീഷണലി അതിൻ്റെ ടോപ്പ് സർഫേസിൽ നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ട് ആ കൾവേർട്ട് പോർഷൻ അല്ലെങ്കിൽ ആ കൾവേർട്ട് ഫ്ലോർ, നമുക്ക് ഇവിടെ സൈഫൺ ബാരൽ എന്ന് പറയാം, കൾവേർട്ട് ഫ്ലോർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി നാട്ടും പുറത്ത് കാണുന്ന നമ്മുടെ നോർമൽ കൾവേർട്ട് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും ആദ്യം ഫ്ലോർ ലേ ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പർലി റീഎൻഫോഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സീപ്പേജ് ഹെഡ് വിൽ എഫക്റ്റ് ആവാതെ. അപ്പോൾ ആ സീപ്പേജ് ബാലൻസ് ചെയ്യാനുള്ള തരത്തിലുള്ള റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക. എത്രയാണ് അഡീഷണലി ബെയർ ചെയ്യേണ്ടത്? 14.3. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ചെയ്തിട്ട് വേണം നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് ചെയ്തിട്ട് വേണം സീപ്പേജ് ഹെഡ് റെസിസ്റ്റ് ചെയ്യാൻ. സോ ഹിയർ ഇൻ ടോട്ടൽ വാട്ട് വി ഹാവ് ഡൺ ഈസ്, ഏറ്റവും ആദ്യം നമ്മൾ സ്റ്റാറ്റിക് ഹെഡ് കണ്ടുപിടിച്ചു. സ്റ്റാറ്റിക് ഹെഡ് ഡ്യൂ ടു റിവർ വാട്ടർ, അത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 1.8 മീറ്റർ ഓഫ് വാട്ടർ ആണെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ സീപ്പേജ് ഹെഡ് കണ്ടുപിടിച്ചു, കീപ്പിംഗ് ദ കണ്ടീഷൻ ദാറ്റ് കനാൽ ഈസ് ഫുൾ ആൻഡ് റിവർ ഈസ് ഡ്രൈ. അത്തരത്തിൽ നമ്മൾ സീപ്പേജ് ഹെഡ് 3.5 ആണ് കണ്ടുപിടിച്ചു. പക്ഷേ ആ 3.5 അറ്റ് സൈഫൺ ബാരൽ മിഡ് പോയിന്റ് ബി പോയിന്റിൽ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുവേണ്ടി എ ബി ലെങ്ത്തും ബി സി ലെങ്ത്തും ക്രീപ്പ് ലെങ്ത് കണ്ടുപിടിച്ചതിന് ശേഷം റെസിഡ്യൂൽ സീപ്പേജ് ഹെഡ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1.55 സ്റ്റാറ്റിക് ഹെഡായ 1.8 കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ അപ്ലിഫ്റ്റ് കണ്ടുപിടിക്കുന്നത്. ആ ടോട്ടൽ അപ്ലിഫ്റ്റ് ബെയർ ചെയ്യാൻ 0.8 മീറ്റർ തിക്നെസ്സിന് പറ്റുമോ നോക്കി അഡീഷണലി 14.3 kilonewton per meter square ബെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? സഫീഷ്യന്റ് റീഎൻഫോഴ്സ്മെന്റ് ഹാസ് ടു ബി ഗിവൺ. So if you go into detail of the structure, നമുക്ക് കനാൽ ട്രഫ് ഉണ്ട് ഇവിടെ. കനാൽ ട്രഫിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഡ്രെയിനിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഡ്രെയിനിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ കനാൽ ട്രഫിന്റെ ഈ ഒരു ലെങ്ത് അറിയാൻ 16.4 എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് നമുക്കറിയാലോ. എങ്ങനെയാണ്? 5 മീറ്റർ പ്ലസ് 5 മീറ്റർ പ്ലസ് 5 മീറ്റർ 15 meter, then plus 0.3 into 2, 0.6, 15.6, then plus 0.8. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 16.4 കിട്ടുന്നത്. ഇനി ഈ നോസ് പെയർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന? നോസ് പെയർ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡീഷണലി ഒരു 1 മീറ്റർ തിക്നെസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡ്രെയിനേജിന്റെ ലെങ്ത് 18.4ലേക്ക് വന്നത്. അതായത് 16.4 പ്ലസ് 2 മീറ്റർ, രണ്ട് സൈഡിലും 1 മീറ്റർ തിക്നെസ് കൊടുത്ത് 18.4 മീറ്റർ ആണ്. അപ്പോൾ നോസ് പെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണണമെങ്കിൽ see in this plan, ഇവിടെ കാണുമ്പോൾ ഈ ഒരു അഡീഷണൽ ഹെഡ് ഇവിടെ ഞാൻ നോസ് പെയറിന് 0.9 മീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഡ്രെയിനേജ് പ്ലേറ്റിന് അതടക്കം കൺസിഡർ ചെയ്യാൻ വേണ്ടി 1 മീറ്റർ ബോത്ത് സൈഡിൽ കൊടുക്കുന്നു. അപ്പോൾ ഡ്രെയിനേജിന്റെ ഫ്ലോറിന് നമ്മൾ 1 മീറ്റർ അഡീഷണൽ തിക്നെസ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓരോന്ന് ഈ ലെങ്ത് ഓഫ് ഡ്രെയിനേജ് ഫ്ലോർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കി പോവാം. അപ്പോൾ ലെങ്ത് ഓഫ് ഡ്രെയിനേജ് ഫ്ലോർ, ഓക്കെ, ഏറ്റവും ആദ്യം ഫസ്റ്റ് വൺ ഈസ് ലെങ്ത് ഓഫ് ഫ്ലോർ അണ്ടർ canal trough. So this is equal to 16.4 meter. Now second is extra floor length to accommodate pier nose. So that will be equal to, നമുക്ക് എത്രയാണ്? 2 പയർ നോസ് രണ്ട് സൈഡിലേക്കും കൊടുക്കുന്നുണ്ട്. 2 into 1 ആണ് എക്സ്ട്രാ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ എക്സ്ട്രാ കൊടുക്കണം. ഇനി തേർഡ് വൺ കൊടുക്കുവാണെങ്കിൽ ഹൊറിസോണ്ടൽ ലെങ്ത്. So horizontal length of downstream ramp, അതായത് ഈ ഒരു റാമ്പിൻ്റെ, ഓക്കെ, ആ റാമ്പിന് നമ്മളൊരു സ്ലോപ്പ് 5:1 കൊടുക്കുവാണെങ്കിൽ horizontal length of downstream ramp joining to bed level, ആ ഒരു ബെഡ് ലെവലിലേക്ക് കൊടുക്കും. നമ്മൾ ലെങ്ത് സ്ലോപ്പ് എത്ര കൊടുക്കുന്നത്? 5:1 കൊടുക്കുവാണെങ്കിൽ that length will be equal to 5 into, നമുക്ക് ഇനീഷ്യൽ ലെവൽ എത്രയാണെന്ന് അറിയാം? 204.5 അറിയാം. 204.5ലേക്ക് എത്തണം മൈനസ് ഈ ഫൈനൽ ലെവൽ 203.5 ആണെന്നറിയാം. സോ 203.5. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 5 മീറ്റർ. അപ്പോൾ അഡീഷണൽ ഹൊറിസോണ്ടൽ ലെങ്ത് എത്ര കൊടുത്തു? 5 മീറ്റർ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എത്ര കൊടുത്തു? 5.5 മീറ്റർ. ഇനി അതിൻ്റെ കൂടെ ആ 5 മീറ്ററിൻ്റെ കൂടെ നമ്മൾ ആ 6.6 കൂടി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വിഡ്ത്ത് ഓഫ് ഡൗൺ സ്ട്രീം കട്ട് ഓഫ്. So
So that will be equal to 0.6 meter. Okay. ഇനി ഇവിടെ നമ്മൾ എക്സ്ട്രാ ലെങ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ, ആ എക്സ്ട്രാ ലെങ്ത്തും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ലെങ്ത് ഓഫ് extra floor, that is for safe discharge of water. That will be approximately, you can take it as 6 meter. Okay, അപ്പോൾ ഇത് ടോട്ടൽ ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ you will get the total value as 30 meter. അങ്ങനെയാണ് ടോട്ടൽ ലെങ്ത് ഓഫ് ബാരൽ എടുക്കുന്നത്. ഓക്കെ, 6 meter plus 18.4 meter plus 5.6 equal to 30 meter. Total length of the floor as 30 meter. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് നമ്മുടെ സൈഫൺ ബാരലിൻ്റെ ഈ ഡിസ്റ്റൻസ് എത്രയായിട്ട് വരും? 30 മീറ്റർ. ഡ്രെയിനേജ് ഫ്ലോർ മാത്രമാണ് സൈഫൺ ബാരലിൻ്റെ ഡൗൺ ഫ്ലോർ. ഈ ഡ്രെയിനേജ് ഫ്ലോർ എത്രയായിട്ട് വരും? 30 മീറ്റർ ആയിട്ട് വരും. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് 9 ഡിസൈൻ ഓഫ് കട്ട് ഓഫിലേക്കാണ് നോക്കേണ്ടത്. സോ കട്ട് ഓഫ് ആൻഡ് പ്രൊട്ടക്ഷൻ വർക്ക് ഡിസൈനിന് വേണ്ടി ഏറ്റവും ആദ്യം നമ്മൾ ഡെപ്ത് ഓഫ് സ്കവർ കണ്ടുപിടിക്കുകയാണ്. അതിന് വേണ്ടി ഡെപ്ത് ഓഫ് സ്കവറിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് അത് തന്നെ എടുക്കുക. സോ ആർ ഡെപ്ത് ഓഫ് സ്കവർ ആർ എങ്ങനെ കണ്ടുപിടിക്കും? ആർ ഈസ് ഈക്വൽ ടു 0.47 ഇൻറ്റു ക്യൂ. ഡ്രെയിനേജിൻ്റെ ഡിസ്ചാർജ് എത്രയാണ്? അത് എത്രയാണെന്ന് എടുക്കുക. 450 ആണ് തന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ എഫ്. നമുക്ക് സ്കവർ ഫാക്ടർ എഫ് എത്ര എടുക്കാം? 1 ആയിട്ട് എടുക്കാം. ഇൻറ്റു ഹോൾ പവർ 1/3. അപ്പോൾ ഇത് കിട്ടുന്ന വാല്യൂ നമുക്ക് 3.59 മീറ്റർ ആണ്. 3.59 മീറ്റർ ആണ്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് ഓഫ് കണ്ടുപിടിക്കുന്നത്. ഡെപ്ത് ഓഫ് സ്കവർ ഇതാണെങ്കിൽ ഡെപ്ത് ഓഫ് കട്ട് ഓഫ് നമ്മൾ എത്ര കൊടുക്കണം? അതായത് നമ്മൾ കൊടുക്കുന്ന ഈ രണ്ട് സൈഡിലും അപ്സ്ട്രീം ഡയറക്ഷനിലും ഡൗൺ സ്ട്രീം ഡയറക്ഷനിലും കൊടുക്കുന്ന ഡെപ്ത് ഓഫ് കട്ട് ഓഫ് എത്ര കൊടുക്കണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് എൻ ഇക്വേഷൻ ഡയറക്റ്റ് ഇക്വേഷൻ എടുക്കുക. Provided depth of cutoff of 1.5 r. അപ്പോൾ 1.5 r on both sides. അങ്ങനെയാണെങ്കിൽ depth of upstream cutoff below high flood level will be equal to, this will be equal to 1.5 r ആണ്. So this will be equal to 1.5 into 3.59. Okay, so this will be equal to 5.4 meter. 5.4 meter. അപ്പോൾ ഇത്രയും നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് ഓഫ് കൊടുക്കണം. അപ്പോൾ ഡെപ്ത് ഓഫ് കട്ട് ഓഫ് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കട്ട് ഓഫിൻ്റെ റെഡ്യൂസ് ലെവൽ എത്രയാണ്, അപ്സ്ട്രീമിൽ എത്രയാണ്, ഡൗൺ സ്ട്രീമിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ റെഡ്യൂസ് ലെവൽ ഓഫ് ബോട്ടം ഓഫ് അപ്സ്ട്രീം കട്ട് ഓഫ് എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പോൾ അപ്സ്ട്രീമിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ എത്രയാണെന്ന് നമുക്കറിയാലോ. അപ്സ്ട്രീമിലെ ഹൈ ഫ്ലഡ് ലെവൽ എത്രയാണ്? 207.33 ആണ്. റൈറ്റ്, ഞാനിവിടെ എഴുതുവാണെങ്കിൽ സോ ദിസ് വിൽ ബി ഈക്വൽ ടു upstream high flood level minus 5.4 meter. ഓക്കെ, അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ദേ ഇവിടുന്ന് ഇത്രയും നോക്കണം. അപ്സ്ട്രീമിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ എത്രയാണ്? 207.33 ആണ്. അതിൽ നിന്ന് ഡെപ്ത് ഓഫ് കട്ട് ഓഫ് അത് എത്ര മൈനസ് ചെയ്യണം? 5.4 മൈനസ് ചെയ്യണം. അപ്പോൾ 5.4 മൈനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 207.33 മൈനസ് 207.33 മൈനസ് 5.4. So this will be equal to 201.93 meter. Okay, അപ്പോൾ 201.93 മീറ്ററിലാണ് ഈ കട്ട് ഓഫ് അവസാനിക്കുന്നത്. റെഡ്യൂസ് ലെവൽ ഓഫ് ബോട്ടം ഓഫ് അപ്സ്ട്രീം കട്ട് ഓഫ്. സിമിലർലി റെഡ്യൂസ് ലെവൽ ഓഫ് ബോട്ടം ഓഫ് ഡൗൺ സ്ട്രീം കട്ട് ഓഫ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വൽ ടു ഡൗൺ സ്ട്രീം ഹൈ ഫ്ലഡ് ലെവൽ മൈനസ് 5.4. അപ്പം ഡൗൺ സ്ട്രീം കട്ട് ഓഫ് ലെവൽ ഹൈ ഫ്ലഡ് ലെവൽ എത്രയാണ്? ഡൗൺ സ്ട്രീം ഹൈ ഫ്ലഡ് ലെവൽ 207 ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ലെവലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ദാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ഡൗൺ സ്ട്രീം 207 മീറ്റർ. അതെന്ത് ചെയ്യുക? അതെടുക്കുക. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 207 മൈനസ് 5.4. Okay, so this will be equal to 201.6 ആയിരിക്കും എന്ത്? reduced level of bottom of downstream cut off. അപ്പോൾ ഈ രണ്ട് പോർഷനിലെയും കട്ട് ഓഫ് എവിടെ വരണമെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഒന്ന് 201.93 ഇത് 201.93 അവസാനിക്കേണ്ടത്. രണ്ടാമത്തേത് എവിടെ അവസാനിക്കേണ്ടത്? നമുക്ക് 201.6 ഈ ലെവൽ എത്രയാണ്? 201.6 ആണ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത് ഹൈ ഫ്ലഡ് ലെവലിനാണ് ആ ഒരു ഡെപ്ത് ഓഫ് കട്ട് ഓഫ് കുറയ്ക്കേണ്ടത്, അല്ലാതെ ഈ ബ്ലഡ് ലെവലിൽ നിന്ന് കുറയ്ക്കാൻ നിൽക്കരുത്. അതെപ്പോഴും എല്ലാവരും തെറ്റിക്കുന്നതാണ്. ഹൈ ഫ്ലഡ് ലെവലിനാണ് 5.4 നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പ്രൊട്ടക്ഷൻ വർക്ക്സിനെ കുറിച്ച് ഈ രണ്ട് കാര്യങ്ങളെ കട്ട് ഓഫിന്റെ കാര്യത്തിലുള്ളൂ. അപ്സ്ട്രീം കട്ട് ഓഫ് എവിടെയാണെന്ന് തീരുമാനിക്കുക, ഡൗൺ സ്ട്രീം കട്ട് ഓഫ് എവിടെയാണെന്ന് തീരുമാനിക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലെങ്ത് ഓഫ് അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം പ്രൊട്ടക്ഷൻ ആണ്.
Our length of upstream protection. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ we will give a 40 centimeter brick pitching. ഇതെന്തിനാ കൊടുക്കുന്നതെന്ന് നമുക്ക് അറിയാമല്ലോ, so that the seepage will be minimized, extend other pressures will be balanced over there. അപ്പോൾ length of upstream protection calculate ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ this will be equal to twice of reduced level of upstream bed minus reduced level of bottom of upstream cutoff. Reduced level of upstream bed എത്രയാണെന്ന് അറിയാം നമുക്ക് 203.5 ആണെന്ന് അറിയാം, മൈനസ് reduced level of bottom of upstream cutoff നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത് എത്രയാണ് 201.93. ഇത് എത്രയാണോ ഇതിന്റെ ഡബിൾ ആയിരിക്കണം ലെങ്ത് ഓഫ് പ്രൊട്ടക്ഷൻ, സേ 3.2 മീറ്റർ കിട്ടും. സോ അഗെയിൻ ബാക്ക് ടു ഫിഗർ എടുക്കുമ്പോഴേക്കും നമുക്ക് reduced level ഇത് എത്രയാണെന്ന് അറിയാം, ഈ ലെവൽ 203.5 ആണെന്ന് അറിയാം. ഓക്കെ, reduced level of upstream bed മൈനസ് ഈ ഒരു ലെവൽ അത് എത്ര കിട്ടുന്നത്, ഈ ഒരു ലെവൽ അത് എത്ര കിട്ടുന്നത് 201.93 ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കണം ഈ കൊടുക്കുന്ന ഡിസ്റ്റൻസ്. ആ കൊടുക്കുന്ന ഡിസ്റ്റൻസ് എത്ര വരും നമുക്ക് 3.2 മീറ്റർ. ഓക്കെ, 3.2 മീറ്റർ ഇതാണ് മാറിപ്പോയി. ഈ ഒരു ബ്രിക്ക് പിച്ചിന്റെ ഡിസ്റ്റൻസ് 3.2 മീറ്റർ. അപ്പോൾ ഈ ബ്രിക്ക് പിച്ചിങ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ദിസ് വിൽ പ്രൊട്ടക്ട് ദിസ് ഡ്രെയിനേജ് ഓഫ് ദി ഫ്ലോ ബോട്ടം ഓഫ് ദി ഡ്രെയിനേജ്. ഇനി ഇതേപോലെ നമുക്ക് ഡൗൺ സ്ട്രീം സൈഡിലേക്ക് ബ്രിക്ക് പിച്ചിങ് കൊടുക്കാനുണ്ട്. ബ്രിക്ക് പിച്ചിങ് ഇവിടെ കൊടുക്കുമ്പോഴും അഗെയിൻ ട്വൈസ് ഓഫ് റെഡ്യൂസ് ലെവൽ ഓഫ് ഡൗൺ സ്ട്രീം ബെഡ് മൈനസ് റെഡ്യൂസ് ലെവൽ ഓഫ് ബോട്ടം ഡൗൺ സ്ട്രീം കട്ട് ഓഫ്. ഓക്കെ, അത് എത്രയാണ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലെങ്ത് ഓഫ് ഡൗൺ സ്ട്രീം പിച്ചിങ് സെയിം തന്നെ നമ്മൾ ചെയ്യുവാണെങ്കിൽ സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 into reduced level of downstream bed minus reduced level of bottom of downstream cutoff. Okay, so this will be equal to 2 into reduced level of downstream bed, this is equal to 204.51. So 204.5 minus reduced level of bottom of downstream cutoff. അത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് 201.6. Okay, so this will be equal to 5.8 meter. അപ്പോൾ 5.8 meter നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ബ്രിക്ക് പിച്ചിങ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലെങ്ത് കണ്ടിന്യൂസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതൊന്ന് ഡിസ്കണ്ടിന്യൂഡ് ചെയ്തിട്ടുണ്ട്. Okay, so if you want to have an expand view of it, see നമുക്കിവിടെ upstream bed pitching 3.2 ഉണ്ട്, downstream bed pitching 5.8 ഉണ്ട്, upstream cutoff ഉണ്ട്, downstream cutoff ഉണ്ട്, ഡ്രെയിനേജിന്റെ അടിയിലുള്ള ബാരലിന്റെ ടോട്ടൽ വിഡ്ത്ത് വന്ന് 6 മീറ്റർ പ്ലസ് 18.4 പ്ലസ് 5.6 ആണ്, അതായത് 30 മീറ്റർ ആണ്. ഫയർ നോസിനുള്ള അഡീഷണൽ എക്സ്ട്രാ ലെങ്ത് 1 മീറ്റർ കൊടുത്തിട്ടുണ്ട്. കനാൽ ട്രഫ് 5 മീറ്റർ ഈച്ച് ആണ്. ഇൻസ്പെക്ഷൻ റോഡ് ഉണ്ട്. ഇന്റർമീഡിയറ്റ് വാൾ 0.3, ഔട്ടർ വാൾ 0.4, ബോട്ടം സ്ലാബ് 0.4, ഈ ഡ്രെയിനേജ് ഫ്ലോർ 0.8. These are the basic details. Okay, അതനുസരിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ നമ്മൾ വരച്ചെടുക്കുക ഡിസൈൻ ചെയ്യുമ്പോഴുള്ള ഡീറ്റെയിൽസ് ബാക്കിയുള്ളത് ഇവിടെ ഫില്ല് ചെയ്യുക. അപ്സ്ട്രീം ഹൈ ഫ്ലഡ് ലെവൽ 207.33, ഡൗൺ സ്ട്രീം ഹൈ ഫ്ലഡ് ലെവൽ 207 മീറ്റർ. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ അക്രോസ് ദി കനാൽ, ഒരു കനാൽ സെക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന വ്യൂ. Now what will be the plan of this structure? എങ്ങനെയായിരിക്കും ഒരു സൈഫൺ അക്യൂഡക്റ്റിന്റെ പ്ലാൻ ഉണ്ടാവുക? So this will be the plan view. Drainage bed ഇതാണ്. Okay, drainage bed ഇതാണ്. So stone pitching കൊടുത്തിട്ടുണ്ട്. Canal flow, canal width ഇതാണ്. Then drainage, again drainage bed ഇതാണ്. Okay, so these are the RCC barrels 1, 2, 3. Okay, and in between piers ഒക്കെ അവിടെ കാണിക്കാൻ പറ്റുന്നതാണ്. ഈ രീതിയിലാണ് നമ്മളിത് വരയ്ക്കുക. Okay, ഇനി down to that section, if you want to see the ഇത് RCC barrels ആണ് 1, 2, 3 ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ഇത് ഈ ഒരു പോർഷൻ കണ്ടല്ലോ, ഈ ഒരു പോർഷൻ ആണ് കനാൽ. അപ്പോൾ ഈ ഒരു പോർഷൻ ഇത്രയും പോർഷൻ ആണ് കനാൽ ബെഡ് വിഡ്ത്ത് ആയിട്ട് വരിക. ഓക്കെ, ഇത് സർഫീസ് റോഡ് ആയിട്ട് കണക്കാക്കുക. So this is the plan of the design and this is the section
ഷോയിങ് ദി ഡീറ്റെയിൽസ് ഓഫ് കനാൽ ട്രാപ്പ് ആൻഡ് ഡ്രെയിനേജ് ബെഡ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈഫൺ അക്വിഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ഡ്രോയിങ് ചെയ്യുക.